നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണിയെ തകർക്കാൻ തുടക്കം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. BJPയേക്കാൾ ആവേശമാണ് കെജ്രിവാളിന്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിച്ചേ മതിയാവൂ. അതിന് കോൺഗ്രസിനെ പരമാവധി ആക്രമിക്കുക, ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ അതിൽ നിന്ന് പുറത്താക്കുക. ഇതിന് ഒറ്റ മറുപടിയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് വേണമെന്നില്ല. കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയായിരിക്കും ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിക്കകത്ത് നിന്ന് കോൺഗ്രസിനെ മാറ്റുക എന്നുള്ളത് കെജ്രിവാൾ സ്വപ്നത്തിൽ വിചാരിച്ചാൽ നടക്കില്ല. കോൺഗ്രസ് പഴയ UPA തിരിച്ചു കൊണ്ടുവരാൻ അധിക സമയമൊന്നും വേണ്ട. ആവശ്യമില്ലാത്ത പുഴുക്കുത്തുകളെ എടുത്തു മാറ്റാൻ കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കൃത്യമായും UPA, അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തോടുകൂടി കൃത്യമായി ചരിത്രം വാഴ്ത്തുകയാണ്. അദ്ദേഹത്തിന്റെ ധനകാര്യ നയങ്ങൾ കാലങ്ങളോളം സഞ്ചരിക്കുന്ന ദീർഘവീക്ഷണമുള്ള നയങ്ങളായിരുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അത് അംഗീകരിച്ചിരിക്കുന്നു. ലോകത്ത് മുഴുവൻ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴും കൃത്യമായി എല്ലാത്തിനും ശാശ്വത പരിഹാരം എന്ന രീതിയിലേക്ക്, ദാരിദ്ര്യരേഖയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെ പട്ടിണിയിൽ നിന്നും കരകയറ്റിയ നേതാവ് മൻമോഹൻ സിംഗ് ആണ്. പക്ഷെ അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് വ്യക്തിപരമായി നരേന്ദ്രമോദി അടിച്ചെടുക്കുന്നത് പോലെ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് UPA സർക്കാർ 2029 തിരിച്ചു വരിക എന്ന മിഷനോടുകൂടി വീണ്ടും പ്രിയങ്ക ഗാന്ധി ആ പദ്ധതി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. കെജ്രിവാളിൻ്റെയും മമതയുടെയും കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അധികാരത്തിനോടുള്ള ആർത്തിയാണ് ഇരുവർക്കുമുള്ളത്. അധികാരം നിലനിർത്താൻ ഏത് രീതിയിലും സ്വന്തം കൂടെ നിൽക്കുന്നവരെ തള്ളിപ്പറയാൻ മമതയ്ക്കും കെജ്രിവാളിനും യാതൊരു മടിയുമില്ല എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. കെജ്രിവാൾ ED അറസ്റ്റ് ചെയ്യുമ്പോഴും കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിനെ ജയിലിൽ വെച്ച് വലിയ തോതിൽ ഉപദ്രവിക്കാൻ തക്കം പാർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴും കോൺഗ്രസ് ആണ് തെരുവിൽ യുദ്ധം നടത്തിയത്. ഒരു വലിയ പോരാട്ടം, ഐതിഹാസിക സമരത്തിനൊടുവിലാണ് കെജ്രിവാളിന് ജാമ്യം പോലും ലഭിച്ചത് എന്നുള്ളത് മറന്നുപോകുന്നു. അഭിഷേക് മനു സിൻവിയാണ് കെജ്രിവാളിന് വേണ്ടി വാദിച്ചത്. ഒരിക്കലും നിന്ദിക്കരുത് എന്ന താക്കീത് കൂടി കോൺഗ്രസ് നൽകുകയാണ്. നിങ്ങൾ അപമാനിച്ചോളൂ, നിങ്ങൾ നിന്ദിക്കുമ്പോൾ നിങ്ങൾ വന്ന വഴികളെക്കുറിച്ച് ഓർമ്മ വേണം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ചുവട് വെച്ചത് തന്നെ ശീലാ ദീക്ഷിതിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്ന ഒരു കാലത്തും കെജ്രിവാളിൻ്റെ ആം ആദ്മിയുമായി ഡൽഹിയിൽ ഒരു രീതിയിലും സഖ്യം ആവരുത് എന്ന് പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്ന് ഇപ്പോൾ കൃത്യമായി അൽക്കാലാംബയും അതുപോലെ തന്നെ അജയ് മാക്കാനും മുതിർന്ന ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളും പറയുകയാണ്. കെജ്രിവാൾ ഗോവയിൽ BJPക്ക് സഹായം ചെയ്തു കൊടുത്തു. പഞ്ചാബിൽ തിരിച്ച് അതിനുവേണ്ടിയുള്ള അനുകൂല ഘടകം ഒരുക്കി BJP ആം ആദ്മിക്ക് വോട്ട് മറിച്ചു. ഇതെല്ലായിടത്തും സുലഭമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി സൗഹൃദ മത്സരം എന്ന് പറഞ്ഞ് പഞ്ചാബിൽ മത്സരിക്കാൻ നോക്കി. ഒടുവിൽ പണിപാളി. 7 ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് തൂത്തുവാരി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇനി എത്രയൊക്കെ നാടകം കളിച്ചാൽ ആ നാടകത്തിൻ്റെ പര്യവസാനം പടുകുഴിയിലേക്കായിരിക്കും. അതിന് തുടക്കം കുറിച്ചോളൂ എന്ന പ്രിയങ്കയുടെ താക്കീത്.